Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the speech. My Immigration Story by Tanley, first semester at Calcutta University, FIUGP English Language Skill for Literatures. In our previous video, we discussed about paragraph questions. Answer the following questions in 250 words. അപ്പോൾ ഇത് ലോങ്ങസ്റ്റ് ആണ് 250 വേർഡ്സിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. Discuss how Tanley underscored the strength of familial bonds in her speech and how they contributed to her personal and professional achievements. അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ മൈ ഇമിഗ്രേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള സ്പീച്ചിൽ എങ്ങനെയാണ് ടാലെ ആ ഒരു ഫാമിലിയൽ ബോണ്ട് എങ്ങനെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്, അതുപോലെ ഈ ഫാമിലിയൽ ബോണ്ട് അവൾക്ക് എത്രത്തോളം സ്ട്രെങ്ത്ത് നൽകിയിട്ടുണ്ട്, അവളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സിൽ ആ ഒരു ഫാമിലി എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. My Immigration Story by Tanley shares her experience of the bonds between women, the struggles her family faced as refugee, and her own journey to activism and success. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ടാൻലെ ഷെയർ ചെയ്യുന്നുണ്ട് അവളുടെ എക്സ്പീരിയൻസസ്, അവൾ ആ ഒരു 4 സ്ത്രീകൾക്കിടയിലുള്ള ഒരു ബോണ്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ അവർ എത്രത്തോളം സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആസ് എ റെഫ്യൂജി, ഒരു അഭയാർത്ഥി എന്ന നിലക്ക്. This 10-minute talk was presented to the local audience at TEDx Women 2011. അപ്പോൾ ഇത് 10 minutes മാത്രമുള്ള ഒരു ടോക്കാണ് ലോക്കൽ ഓഡിയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള 2011 TEDx വിമണിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഷി ടെൽസ് എ വെരി പേഴ്സണൽ സ്റ്റോറി, ദ സ്റ്റോറി ഓഫ് എ ഫാമിലി, മദർ, ഗ്രാൻഡ് മദർ ആൻഡ് സിസ്റ്റർ ഫ്ലൈറ്റ് ഇൻ വിയറ്റ്നാം ആൻഡ് ബിൽഡിംഗ് എ ന്യൂ ലൈഫ്. അപ്പോൾ അവളുടെ ഒരു പേഴ്സണൽ സ്റ്റോറിയാണ് ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അവളുടെ ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ സ്റ്റോറി, മദർ, ഗ്രാൻഡ് മദർ, അതുപോലെ സിസ്റ്റർ ഒക്കെയുള്ള ഒരു സ്റ്റോറിയാണ്. അവർ വിയറ്റ്നാമിൽ നിന്ന് അവർ ഓസ്ട്രേലിയയിലേക്ക് എസ്കേപ്പ് ചെയ്യാണ് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട്. ടാൻലെ ഡീറ്റെയിൽസ് ഓഫ് ദ ഫാമിലിയൽ ബോണ്ട് ദാറ്റ് കീപ്സ് ദം സ്ട്രോങ്. അതുപോലെ ടാൻലെ ഈ ഒരു സ്പീച്ചിലൂടെ നമുക്ക് അവരുടെ ആ ഒരു ഫാമിലിയൽ ബോണ്ട് എത്രത്തോളം ഉണ്ടായിരുന്നു, അത് അവൾ എത്രത്തോളം സ്ട്രോങ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഷെയറിങ് സ്റ്റോറീസ്, കമ്മ്യൂണിക്കേറ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ. അവർ പരസ്പരം സ്റ്റോറീസ് കൈമാറും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പരസ്പരം മനസ്സിലാക്കും. ഹർ മദർ വാസ് നോട്ട് എ ഹൈ അച്ചീവിംഗ് സാലറി ഏർണർ, ബട്ട് ഷി വാസ് ദ റോൾ മോഡൽ ദാറ്റ് ടാൻലെ ലുക്ക്ഡ് അപ്പ് ടു ആൻഡ് ലേൺ ഫ്രം. അവളുടെ അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് പേഴ്സൺ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഹൈ സാലറിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ടാൻലേക്ക് ഒരു റോൾ മോഡലാണ് അമ്മ. ടാൻലയുടെ അമ്മയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. ഷി വർക്ക്ഡ് മൾട്ടിപ്പിൾ ജോബ്സ് ഓൾ ദ വൈൽ ഗിവിങ് ഹർ ഫാമിലി ഇമോഷണൽ ആൻഡ് മോറൽ സപ്പോർട്ട്. അവളുടെ അമ്മ ഒരേ സമയം മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്തിട്ടുണ്ട്, ഫാമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവളുടെ അമ്മ അതേസമയം തന്നെ ഫാമിലിയിൽ ഒരു ഇമോഷണൽ ആൻഡ് മോറൽ സപ്പോർട്ട് കൂടെ നൽകിയിട്ടുണ്ട്. ടാൻലെസ് മദർ ടോട്ട് ഹെർ സ്ട്രെങ്ത് വെൻ ഫേസ്ഡ് വിത്ത് അഡ്വേഴ്സിറ്റി, ഷി ഡസ് നോട്ട് ബാക്ക് ഓഫ്. അതുപോലെ ടാൻലയുടെ അമ്മ അവളെ അവൾക്ക് സ്ട്രെങ്ത് നൽകിയിട്ടുണ്ട്. അവളെ ഈ ഒരു അഡ്വേഴ്സിറ്റി, അതായത് പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് അതിനെ പിടിച്ചു നിൽക്കേണ്ടത്, എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സ്ട്രെങ്ത് അവൾക്ക് നൽകിയിട്ടുണ്ട്. ഷീ ഡസ് നോട്ട് ഷൈ അവേ ഫ്രം ചലഞ്ചസ്. അതുപോലെ ചലഞ്ചസ് വരുന്ന സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കാതെ ചലഞ്ചസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാൻലെ റീകോൺസ് ഹർ ഫാമിലീസ് ജേർണി ആസ് എ റെഫ്യൂജി. ദേ ഫ്ലഡ് വിയറ്റ്നാം ടു സീക്ക് എ ന്യൂ ലൈഫ് ഇൻ ഓസ്ട്രേലിയ. ടാൻലെ തൻ്റെ ആ ഒരു ഫാമിലിയുടെ ജേർണി ആസ് എ റെഫ്യൂജി, ഒരു അഭയാർത്ഥി എന്ന നിലയിലുള്ള ആ ഒരു ജേർണിയിലെ മെമ്മറീസ് റീകൗണ്ട് ചെയ്യുകയാണ്. അവർ വിയറ്റ്നാമിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഒരു ബെറ്റർ ലൈഫ്, ഒരു ന്യൂ ലൈഫിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ദർ എസ്കേപ്പ് ബൈ ബോർഡ് ദ ഫിയർ ഓഫ് ക്യാപ്ചർ and determination to survive form the backdrop of the powerful narrative. Lay highlights the resilience of her mother who made immense sacrifice to provide better future for her children. അതുപോലെ അമ്മയുടെ ആ ഒരു സാക്രിഫൈസ്, അവളുടെ ആ ഒരു റെസിലിയൻസ്, ആ ഒരു ചെറുത്തുനിൽപ്പൊക്കെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്.
തൻ്റെ മക്കളുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അവൾ സാക്രിഫൈസ് ചെയ്യുന്നത്. എതർ ബോൺ ടു ഹോൾഡ് ഡ്യൂറിങ് ദെയർ എക്സ്പീരിയൻസസ് ഓൺ ബോട്ട്. അപ്പോൾ ഈ ഒരു അവരുടെ ആ ഒരു ബോണ്ട്, ആ ഒരു 3 ജനറേഷൻ്റെ ബോണ്ട്, ആ ഒരു 4 വിമൻ്റെ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ്. ദ എൻഡ്യൂർഡ് 5 days and nights ടുഗദർ ഫേസിങ് ദ റിസ്ക് ഓഫ് പൈറേറ്റ്സ്, റേപ്പ് ആൻഡ് ഡെത്ത്. അവർ ആ ഒരു 5 days and night ഒരുമിച്ച് അവർ എല്ലാ ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്തു. അവർക്ക് പൈററ്റ്സ്, കൊള്ളക്കാരുടെ റിസ്ക്, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, റേപ്പ് ആൻഡ് ഡെത്ത് ഇതൊക്കെ സംഭവിച്ചിരുന്നു. ത്രൂ ഔട്ട് ദ ജേണി ദേ സപ്പോർട്ടഡ് ഈച്ച് അതർ ആൻഡ് പ്രൊട്ടക്റ്റഡ് ഈച്ച് അതർ, ഫോമിങ് അൺബ്രേക്കബിൾ ബോൺഡ്സ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു ത്രൂ ഔട്ട് ദ ജേണി, ആ ഒരു ജേണിയിലുടനീളം അവർ പരസ്പരം സപ്പോർട്ട് ചെയ്തു, പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്തു, അവിടെ ഒരു അൺബ്രേക്കബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. Tally's experiences as an outsider shaped her perspective positively. She realized that being an outsider, a recent arrival gave her a unique perspective and sense of gratitude for the opportunities she had. ടാലയുടെ ഒരു ഔട്ട്സൈഡർ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് അവൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും അത് യൂസ് ചെയ്യാനൊക്കെ അവളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഇറ്റ് അലൗഡ് ഹെർ ടു ചാലഞ്ച് ന്യൂ പോസിബിലിറ്റീസ്. ടാലീസ് ഗ്രാൻഡ് മദർ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദെയർ ഫാമിലി സ്റ്റോറി. അവരുടെ ഫാമിലിയിലെ ഗ്രാൻഡ് മദർ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. ഷീസ് ബിക്കമിങ് എ സിമ്പിൾ ഓഫ് സ്ട്രെങ്ത് ആൻഡ് എംപവർമെൻറ്റ്. അപ്പോൾ ഈ ഒരു ഫാമിലിയിലെ സ്ട്രെങ്ത് ആൻഡ് എംപവർമെൻറ്റിൻ്റെ സിമ്പിളാണ് ഗ്രാൻഡ് മദർ. സ്പിരിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ പാസ്ഡ് ത്രൂ ജനറേഷൻസ്. അപ്പോൾ ആ ഒരു ജനറേഷൻസിൽ ഉടനീളം അവരുടെ ആ ഒരു ഡിറ്റർമിനേഷൻ ആൻഡ് സ്പിരിറ്റ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടാലീസ് മദർ വാസ് dedicated to her family success and worked multiple jobs while prioritizing education, showing the importance of resilience and determination. അപ്പോൾ ടാലയുടെ അമ്മ ഫാമിലിയുടെ സക്സസ്സിൽ ഏറ്റവും വലിയ റോൾ വഹിക്കുന്നത് അമ്മയാണ്. അവർ മൾട്ടിപ്പിൾ ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ അവർ കൂടുതൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ആ ഒരു റെസിലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആണ് കാണിക്കുന്നത്. ഇന്റർ ജനറേഷൻ ബോൺസ് ആർ ഇൻക്രെഡിബ്ലി സ്ട്രോങ് ആൻഡ് ഹാവ് ദ പവർ ടു ഷേപ്പ് ആൻഡ് ഗൈഡ് ഇൻഡിവിജ്വൽസ് ത്രൂ ഔട്ട് ദെയർ ലിവ്സ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു ഇൻ്റർ ജനറേഷൻ ബോണ്ട് എന്ന് പറയുന്നത് ഇൻക്രെഡിബ്ലി സ്ട്രോങ് ആണ്. അത് അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് സ്ട്രെങ്ത് നൽകുന്നുണ്ട് ഓരോ ഇൻഡിവിജ്വലിനും.